രാവിലെ അധികം വെള്ളം കളയാൻ പറ്റത്തില്ല. ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്നത് വെള്ളമില്ലാത്ത തിരുവനന്തപുരത്തുകാരുടെ അവസ്ഥയാണ്. നമ്മുടെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നു. പക്ഷെ അവരുടെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് തോന്നിക്കും അവസ്ഥ. രാവിലെ പെങ്ങള് തിരുവനന്തപുരത്ത് പെങ്ങളെ വിളിച്ചു. വെള്ളമില്ലാത്തതുകൊണ്ട് അവർ വല്ലാതെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മളെ കാണുന്നറിഞ്ഞു. ആഹാരം കഴിച്ചിട്ട് കഴുകാൻ പോലും വെള്ളമായി. ഈ അവസ്ഥയിലേക്കാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ലോകമെമ്പാടും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ വെള്ളമില്ലാത്ത ഒരവസ്ഥ നമ്മളെ ഒരു പക്ഷേ കാർന്ന് തിന്നേക്കാം. അതിനൊരു മുൻകരുതൽ നമ്മൾ എടുക്കാം. ജലം അമൂല്യമാണ്, അത് സൂക്ഷിച്ചുപയോഗിക്കാം, അല്ലെങ്കിൽ ദുഃഖിക്കരുത്. വെള്ളം കൂടി മുട്ടിക്കുക എന്ന് കേട്ടില്ലേ? അത് തന്നെയാണ് തിരുവനന്തപുരത്തുകാർക്ക് സംഭവിച്ചത്. ഈ തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചാലും അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ എപ്പോഴും വരാറുണ്ട്. അത് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത, കാരണം ഒത്തിരി ചാനലുകളൊക്കെ അവിടെ സർവ്വസന്നദ്ധരായി എപ്പോഴും ഉണ്ട്. അവിടെ മഴ പെയ്താലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ. പക്ഷേ ഇത് 4-5-6 ദിവസം വെള്ളമില്ലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, പെങ്ങളെ വിളിച്ചപ്പം രാവിലെ ഞെട്ടിപ്പോയി. രാവിലെ അല്ല, ഇന്നലെ തൊട്ട് വിളിച്ച് പറയുന്നു. ഒറ്റ ബക്കറ്റ് വെള്ളത്തിൽ അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടി വരുന്ന അവസ്ഥ. അതും 5-10 വീടിനപ്പുറം പോയി മതിലുമൊക്കെ ചാടിപ്പോയി അവിടുന്ന് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ എത്തുമ്പോഴത്തേനും ക്ഷീണിച്ചു പോകും. അതിൻ്റെ പകുതിയോളം വീട്ടുകാരെ കുടിച്ചു തരും. ബാക്കിയുള്ള സാധനം വെച്ചാണ് അവരെല്ലാം പരിപാടിയും നടത്തുന്നത്. വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ? ഞാനതാണ് പറഞ്ഞത്. ഇതൊരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് ഭരണകൂടങ്ങളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരിലെ നേതാക്കന്മാരെയോ അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് വെള്ളം എത്തിക്കെടുക്കാനുള്ള ഫോഴ്സും എല്ലാം ഉണ്ട്. ഇപ്പം അവിടുത്തെ മേയറായാലും മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാക്കളായാലും അവർക്കെല്ലാം കൃത്യമായിട്ട് വെള്ളം എത്തിച്ച് കൊടുക്കാൻ വേണ്ടി ആൾക്കാരാണ്. പക്ഷെ സാധാരണക്കാരനായ ജനങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം എത്തുന്നുണ്ട്. അത് വണ്ടിയൊക്കെ കയറി പോകാൻ പറ്റിയ ഹൈവേ മേഖലയിൽ അവിടെ ആവശ്യത്തിന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ബാക്കിയുള്ള മേഖലയിലെ പോക്കറ്റ് റോഡുകളിൽ വണ്ടി കയറാൻ പറ്റാത്തിടത്തൊന്നും വെള്ളം എത്തുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ വാർത്താ ചാനലുകളൊന്നും അത് വേണ്ട വിധം അത് പ്രക്ഷേപണം ചെയ്തു എന്ന് എനിക്ക് സംശയമാണ്. കാരണം അതുപോലുള്ള അവസ്ഥയാണ്. വെള്ളം ഒരു കുടിക്കാൻ പോലും അല്പം വെള്ളമില്ലാത്ത കടകളിലൊന്നും കുപ്പിവെള്ളം കിട്ടാനേ ഇല്ല എന്ന് പറയും. എന്താണില്ലേ, 3-4 ദിവസം വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് തിരുവനന്തപുരത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പലപ്പോഴും ഫോണൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ വളരെ സന്തോഷത്തോടെ പറയും. അവരുടെയൊക്കെ ശബ്ദം ഇല്ലാതെ ആകുന്ന ഒരവസ്ഥ. എന്തു പറയാനാ, അവരെപ്പോഴും വെള്ളം എന്ന് പറയും. ഞാൻ എന്നാലും ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും ദിവസം വെള്ളം ഇല്ലെങ്കിൽ അടുത്ത വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നേ പോലെ? നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ ആലപ്പുഴക്കാർക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇത്രയും നാളായിട്ടും വന്നിട്ടില്ല. ഇനി നാളെ എന്താണെന്ന് അറിയില്ല. പക്ഷേ അന്നേരം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നും വൈകുന്നേരം പറയും, ഇന്നുകൊണ്ട് പണിയെല്ലാം പൂർത്തീകരിക്കും, നാളെ വെള്ളം വരും എന്ന്. അപ്പം അതും പ്രതീക്ഷിച്ചിരിക്കും. പിറ്റേന്ന് വൈകുന്നേരം അങ്ങനെ തന്നെ. അതാണ് ഈ ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു 5-6 ദിവസത്തേക്ക് വെള്ളം ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ മുൻകരുതൽ എടുത്തിരുന്നതിന്, അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയേനെ. ഇപ്പോൾ ഓരോ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ പറയുക 1/2 മണിക്കൂറിനുള്ളിൽ, 1 മണിക്കൂറിനുള്ളിൽ, 1.5 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോൾ അവർ പ്രതീക്ഷയോട് കാത്തിരിക്കുക. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് വന്നത്. പല വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കുടിവെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ അത് വേണ്ട വിധം ജനങ്ങളിലെത്തിക്കാൻ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അങ്ങോട്ടും ഇങ്ങോട്ടും ജലസേന വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാവം, അല്ലെങ്കിൽ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു, അതൊക്കെ സർവ്വസാധാരണ. അതൊന്നും അല്ല വേണ്ടത്. ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള വേണ്ട. ഇന്ന് രാവിലെ ഞാനൊരു അമ്മ പറയുന്നത് കേട്ടു.
രാവിലെ എന്നിട്ട് രാവിലെ പുട്ടാണ് രാവിലത്തേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കി പുട്ടുണ്ടാക്കി വെക്കുന്നത്. കാരണം അതിനധികം വെള്ളം വേണ്ട, അത് നനച്ചാൽ പോലെ. വൈകുന്നേരം ആപ്പിൾ കഴിച്ച് വിശപ്പടക്കെയാണ് കിടക്കുന്നത്, ഒരു കുപ്പി വെള്ളവും മേടിക്കുന്നത്. അതാണ് അവസ്ഥ. ബാത്റൂമിൽ പോകാൻ വെള്ളമില്ലാത്ത അവസ്ഥ. ഈ അവിടെ കേട്ടുകയെന്നൊരു തമാശയുണ്ട്, ഒന്നും മനസ്സറിഞ്ഞ് തുമ്മാൻ തന്നെ അവർക്ക് പേടിയാണ്. കാരണം അതേപോലെ അവസ്ഥ, ബാത്റൂമിൽ വെള്ളം പോലും ഇല്ലാതെ പോകാൻ പറ്റാതെ 1-2 ദിവസമായവരൊക്കെ നിൽക്കുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ അവസ്ഥ. ഇതിനാരും ഉത്തരവാദിത്തം പറ്റും. ആ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അമ്മ ഇപ്പോൾ ഇങ്ങനൊരു ബക്കറ്റ് വെച്ചേക്കുന്നത് മഴവെള്ളമെങ്കിലും പിടിച്ച് വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണല്ലേ? ബാത്റൂമിൽ ഒഴിക്കാമല്ലോ മക്കളെ, അതുകൊണ്ടാണ്. ബാത്റൂമിൽ പോകാൻ പോലും നിവർത്തിയില്ല. മിനറൽ വാട്ടർ വാങ്ങിച്ചാണ് 20 ബോട്ടിൽ വാങ്ങിച്ചു ഈ 4 ദിവസം കൊണ്ട്. വെള്ളം ഒരിടത്തും ഇല്ല. പിന്നെ ഇവൻ എവിടെയെങ്കിലും പോയി കൂട്ടുകാരെ വീട്ടിൽ പോയി കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും രാത്രിയൊന്നും പാചകം ചെയ്യാൻ നിവർത്തിയില്ല. രാവിലെ എന്തെങ്കിലും പുട്ട വല്ലതും ഉണ്ടാക്കും, അത് ഉച്ചയ്ക്കും കൂടെ കഴിക്കാനുള്ള രീതിയിൽ. പുട്ടാവുമ്പോൾ അധികം ഉണ്ടാക്കാൻ വെള്ളം വേണ്ടല്ലോ അല്ലേ? വെള്ളം വേണ്ട, അതുകൊണ്ട് അതിൽ അങ്ങനെ നിൽക്കും. ഉച്ചയ്ക്കും കൂടെ അതാവും. രാത്രി ഒരു ആപ്പിള വല്ല എടുത്ത് തിന്നുകൊണ്ട് കിടക്കും. അതുകൊണ്ട് പറ്റൂലില്ല, വിശപ്പുണ്ട്. മരുന്ന് കഴിക്കുന്നതാണ് ഞാൻ, ആയുർവേദ മരുന്ന്. ശ്വാസം മുട്ടൂരുണ്ട് എനിക്ക്. അപ്പോൾ ആസ്മയാണ് രോഗം. അങ്ങനെ രോഗിയായ എനിക്ക് വെള്ളവും കൂടെ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയണം. വളരെ ബുദ്ധിമുട്ട്. ബാത്റൂമിൽ പോകാൻ നിവർത്തിയില്ല, പല്ല് തേക്കാൻ നിവർത്തിയില്ല, കുളിക്കാൻ നിവർത്തിയില്ല, വസ്ത്രം അലക്കാൻ നിവർത്തിയില്ല, ഒന്നിനും നിവർത്തിയില്ല മോനെ. അങ്ങനെ വളരെ അമ്മയുടെ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഈ 73 വയസ്സിന് അകം ഇന്ന് വരെ ഈ വെള്ളത്തിൻ്റെ പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല. ഇതാദ്യമായി എൻ്റെ ജീവിതത്തിൽ കടന്നിരിക്കുന്നു. ദൈവമേ, എന്നെ അങ്ങ് വിളിച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലാത്തൊരവസ്ഥ അല്ലേ? എനിക്ക് തോന്നുന്നു മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങൾ. അമ്മ പറയുന്ന കേട്ടില്ലേ, പുട്ട് ഉണ്ടാക്കി കഴിക്കുന്നു, വെള്ളം പോലും കുടിക്കുക. ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് വേറെ ഒരു ടി വിയിൽ പറയുന്നത് കേട്ടു, വെളുപ്പാങ്കാലത്ത് വീട്ടിലെ വാതൊക്കെ കൊട്ടി കെട്ടു. ഇറങ്ങി നോക്കിയപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടെ എവിടുന്നോ വരികയാണ്. അവർക്ക് ഇച്ചിരി വെള്ളം വേണം, ഒരു ബക്കറ്റ് വെള്ളം വേണം. കാരണം കുഞ്ഞുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാമല്ലോ. ഇച്ചിരി കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. രാത്രി 3 മണിക്ക് മറ്റൊരു വീട്ടിൽ വാതിൽ കൊട്ടിക്കൊണ്ട് അവരാവശ്യപ്പെടുന്ന ഒരു ബക്കറ്റ് വെള്ളം. എന്താ പറയുക അല്ലേ? ഇതിനൊക്കെ ആര് സമാധാനം പറയും? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതൊക്കെ കാണിച്ചു തരുന്ന വേറൊരു കാര്യമുണ്ട്, വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ നട്ടോട്ട് ഓടുന്നൊരവസ്ഥയുണ്ടാകും. കാലാവസ്ഥയുടെ വ്യതിയാനം, മഴയുണ്ടാകുമ്പോൾ കൃത്യമായിട്ട് മഴ വരുന്നുണ്ട്. കാര്യം പതിവിൽ കൂടുതൽ മഴ, പക്ഷേ വെയിൽ അതിനേക്കാൾ കാഠിന്യമായി വരുന്നു അല്ലേ? ഇപ്പം നമ്മുടെ പ്രക്രിയ എന്ന് പറയുന്നത് മാസങ്ങളോളം എടുത്ത് 6 മാസം പെയ്യെ മഴ പെയ്ത് അതെല്ലാം മണ്ണിനടിയിലേക്ക് താഴ്ന്നിറങ്ങി വേനൽക്കാലത്ത് അത് പ്രയോജനപ്പെടുത്തി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുളങ്ങളിലെയും പുഴകളിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നിറയുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോവുകയും ചെയ്യും. ഒരാഴ്ച വെയിൽ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം നിശേഷം പറ്റുന്ന അവസ്ഥ. അത് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല, അതൊരവസ്ഥയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ കുഴക്കിണർ 10, 40, 30 അടിയൊക്കെ. ഇപ്പം വലിയ താഴ്ചയൊന്നും വേണ്ട. ഒരു കിണർ പണിയാനാണെങ്കിലും വലിയ 10-35 രൂപയാണെങ്കിൽ ഒരു കിണർ പണിയും. കാരണം ഒരു 10-11 അടി തോടിയൊക്കെ മതി. ഏകദേശം 10-11 അടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിണറാകും എന്നാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. പക്ഷേ കിഴക്കൻ പ്രദേശങ്ങളിലോട്ട് കിണർ പണിയാണെങ്കിൽ 1.5-2 ലക്ഷം രൂപയോളം ചിലവ്. ഞങ്ങളുടെ വൈഫിൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ 1.5-2 ലക്ഷം രൂപയെങ്കിലും ആകും. അപ്പോൾ ആ അവസ്ഥയാണ്. ഇപ്പം കിണർ സ്വാഭാവികമായിട്ടില്ല. തിരുവനന്തപുരം മേഖലയിലൊക്കെ നമ്മൾക്കറിയാമല്ലോ, 2 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റിലൊക്കെയാണ് വീട്. അവിടെ ഈ കക്കൂസിന് ടാങ്ക് കാണും. അവിടെ അന്നേരം കിണർ കുഴിക്കാനുള്ള സൗകര്യം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്ര മീറ്റെങ്കിലും ടാങ്കിന് അടുത്ത് നിന്ന് മാറ്റി വേണം കിണർ കുഴിക്കാൻ. അവിടെ അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് വേറെ വെള്ളം കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അതവസ്ഥ നമ്മൾ തിരിച്ചറിയണം. കാരണം
കേരളത്തിന് ഒരു മുന്നറിയിപ്പ് തന്നെയാണിത്. നമ്മൾ പലതും കണ്ടില്ലെന്നറിയും. കാരണം പ്രളയം വരുന്നതിന് മുമ്പ് നമുക്ക് പ്രളയത്തെപ്പറ്റി പല കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പ്രളയം വന്നപ്പം നമ്മൾ കണ്ടറിയും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നൊരു മുന്നറിയിപ്പാണ് തിരുവനന്തപുരത്ത് കാണുന്ന ഈ കുടിവെള്ളക്ഷാമം. ഭാവിയിൽ നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരിക്കും ഈ കുടിവെള്ളം കിട്ടാനില്ലാത്തൊരവസ്ഥ അല്ലേ. ജലം അമൂല്യമാണ് നമ്മൾ പലപ്പോഴും പറയും. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുമ്പോഴും ഞാൻ പൈപ്പ് തുറന്നിട്ടുണ്ടാണ് ജലം അമൂല്യമാണെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ചിന്താഗതി. വെള്ളം കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ വേറെ എന്തും നമ്മൾ സഹിക്കും. വെള്ളം കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത അവസ്ഥ തന്നെ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പം ഇത് നമുക്കൊരു മുന്നറിയിപ്പ് മാത്രമാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.